കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വളരെ നല്ല പഠിച്ചിരുന്ന, ഏറ്റവും നന്നായി പഠിച്ചിരുന്ന ഒരു ക്യാമ്പസിലെ ഒരു സ്കൂളിലെ 9ാം ക്ലാസ്സിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് സ്റ്റുഡന്റ് ഒരു സുപ്രഭാതത്തില് സൂയിസൈഡ് ചെയ്യുന്നു. എന്താന്ന് ഒരു പിടുത്തം കിട്ടില്ല. ആ പാരന്റ് എന്നോട് ഒന്ന് പറയാണ്, സാറേ എന്താന്ന് ഒരു പിടുത്തമില്ല, അവള് മരിക്കുന്നതിന് മുമ്പ് അവള് 3 കത്ത് എഴുതിയിട്ടാണ് അവള് മരിക്കുന്നത്. ഒരു കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: ഓ മൈ ഓഗസ്റ്റ് 18th, I will not be in this world when you read this letter. എന്ന് പറയും, എന്റെ ഓഗസ്റ്റ് 18 ഞാൻ ഈ ലോകത്ത്, നീ കത്ത് വായിക്കുമ്പോൾ ഞാൻ ഈ ലോകത്ത് ഉണ്ടായിരിക്കില്ല. ഈ ഓഗസ്റ്റ് 18 എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ കുട്ടിയുടെ ഉമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഉമ്മ എന്ന് വിളിക്കുന്നതിന് പകരം ഓഗസ്റ്റ് 18 എന്ന് വിളിച്ചിട്ടാണ് ആ കുട്ടി കത്ത് എഴുതുന്നത്. സിബ്ലിങ്സിന് കത്തുണ്ട്, ഫാദറിന് ഒരു കത്തുണ്ട്. അങ്ങനെ വെൽ പ്ലാനഡ് ആയിട്ടാണ് കുട്ടി മരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ കുട്ടികൾക്ക് നല്ല മനസ്സ് വേണം, അല്ലെ? നല്ല ആരോഗ്യം വേണം, എസ്പെഷ്യലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് വേണം. എങ്ങനെയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് നമുക്ക് ഉണ്ടാക്കാം? ഒന്നാമത്തെ ചോദ്യം, നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു 5 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. കോഴിക്കോട് സിറ്റിയിൽ ഫുള്ള് ഇക്ര ഹോസ്പിറ്റലുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിരുന്നു. അതില് 98% ആളുകൾക്കും അറിയില്ല എന്താണ് അതിന്റെ സിംറ്റം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ലൈഫ് ആകെ കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ എവിടൊക്കെയോ നമ്മുടെ ഹാപ്പിനെസ് എവിടൊക്കെയോ എങ്ങനെയൊക്കെയോ പോകുന്നു. കറക്റ്റ്? യെസ് ഓർ നോ? കറക്റ്റ്? യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിത് ഹാപ്പിനെസ് 7 minutes for happy life എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അപ്പൊ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു ടെക്നിക്സ്, കുഞ്ഞു ഗെയിമുകൾ കളിച്ച് നമുക്കാണ് പോകാം. റെഡി? യെസ് എന്ന് പോലെ. റെഡി? ഗിവ് മീ 1 single clap. ഒന്ന് മതി, ഒന്ന്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം പഠിക്കാണ് ലൈഫിലേക്ക് കേട്ടോ. ഞാൻ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ക്ലാപ്പ് വരണം. ഞാൻ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 ക്ലാപ്പ് വരണം. ഞാൻ 3 എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് തരരുത്. ഇത് ബോയ്സ് ആൻഡ് ഗേൾസ് തമ്മിലുള്ള ഒരു മത്സരമായിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ? റെഡി? ബോയ്സ് റെഡി? എന്താണ് ബോയ്സ് റെഡി? ഗേൾസ് റെഡി? ബോയ്സ് റെഡി? ഞാൻ ഈ ബോയ്സ് വിളിക്കുമ്പോൾ ചിലർക്ക് സംശയം, ഗേൾസ് വിളിച്ചു എടോ, നമ്മുടെ മനസ്സിനൊക്കെ എപ്പോഴും പ്രായം ചെറുതാണ്, അല്ലെ? നമ്മൾ അറിയാതെ ഇങ്ങനെ വലുതായി പോയതാണ്. നമ്മളിങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കാലും കൈയൊക്കെ വേദനയായപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ എനിക്ക് പ്രായം ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയ കുട്ടി അമ്മമ്മ എന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലായത് അയ്യോ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഒരു മരുമോള് കയറി വന്നപ്പോഴാണ് ഞാൻ എന്തായിട്ടുണ്ട്, അമ്മായി എന്നുള്ളതൊരു ബോധം എത്തിയത്. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചെറുതാണ്. കറക്റ്റ്? അപ്പൊ നമ്മൾ ആദ്യം ചെറിയ കുട്ടിയായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ പ്രായം ഇപ്പൊ എത്ര ആയിരിക്കണം എന്നറിയോ? ഇപ്പൊ എത്ര നിങ്ങളുടെ പ്രായം? 16 കുറച്ചും കൂടി അങ്ങോട്ട് പോട്ടോ. 16 നിർത്തണ്ട. കാരണം അറിയോ, നമ്മൾ ഈ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മാസമൊക്കെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഏറ്റവും കൂടുതൽ കേസ് വന്നിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് ഈ പ്രേമവുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പ്രേമം പൊട്ടിക്കാതെ കഴിഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ശാപം കിട്ടിയിട്ടുണ്ടാവും. വേറെ കുറേ കുട്ടികളെ പ്രേമം പൊട്ടിക്കൽ തന്നെ എനിക്ക് കൺസൾട്ടേഷനിൽ പരിപാടി. അപ്പോൾ നമ്മളെ മനസ്സൊക്കെ എപ്പോഴും എന്താണ്, ചെറുതാണ്, അല്ലെ? നമ്മുടെ മനസ്സെപ്പോഴും ചെറുതാണ്. അപ്പൊ ഈ മനസ്സ് ചെറുതാകുമ്പോൾ ഈ കുട്ടിയോട് ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഫ്രോണ്ടൽ ലോബ്, ഈ ബ്രെയിനിന്റെ ഫ്രണ്ട് പാർട്ട് ഫ്രോണ്ടൽ ലോബ് ഏറ്റവും നല്ല ഡിസിഷൻ മേക്കിംഗ് പവറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 25 വയസ്സാവണം. എത്ര വയസ്സാവണം? അതുകൊണ്ട് എല്ലാ കൗമാരത്തിലെ കുട്ടികളും ഞാൻ പറയും 25 വയസ്സ് വരെ നമ്മുടെ പാരന്റ്സിനെ പ്രത്യേകം എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഏതായാലും നിങ്ങളുടെ വയസ്സ് ഇപ്പൊ 18 നിൽക്കട്ടെ. ഏതായാലും വോട്ടൊക്കെ വരാൻ പോവല്ലേ. 18 റെഡി? ബോയ്സ് റെഡി? ഗേൾസ് റെഡി? തുടങ്ങാം. ബോയ്സ് ഗേൾസ് നിങ്ങൾക്ക് ഇത്ര പവർ ഇല്ല. എന്നാ ഞങ്ങൾ എന്ത് പറയൂടെ? അത് ശരി. എന്നാല് ലേഡീസ് ഫസ്റ്റ്. 2 പറഞ്ഞാല് 3 പറഞ്ഞാല് ഇല്ല കേട്ടോ, മാനം കിടരുത് കേട്ടോ. റെഡിയാണ്? 1 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 2 2 3. നല്ല ടീമാണ്, നല്ല ടീമാണ് കേട്ടോ. ഹലോ, ഒരു എസ് പറഞ്ഞ ഹലോ, എസ് പറഞ്ഞ ഹലോ. ഇവരെന്താന്നറിയോ, ഇവര് കറക്റ്റ് അറിയാഞ്ഞിട്ടല്ല, ഇവർ എന്തെങ്കിലും ജോലി കൊടുത്തു കഴിഞ്ഞാൽ അതും അതിന് അപ്പുറം ചെയ്താലാണ്, അല്ലേ?
ഒരു 6-6:15 നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്കേ എത്തും. അങ്ങനല്ലേ? ഇപ്പൊ ഒരു അരമണിക്കൂർ വീട്ടുജോലി ചെയ്താൽ മതി എന്ന് ആലോചിച്ചാലും 1 മണിക്കൂർ ചെയ്താലും അവർക്ക് സന്തോഷമാവുള്ളൂ. കുറച്ച് ഭർത്താവിനെ സേവിച്ചാല് മതി എന്ന് ആഗ്രഹിച്ചാലും കുറച്ചും കൂടി ചെയ്താലും സന്തോഷം. അങ്ങനല്ലേ? അങ്ങനല്ലേ? ബോയ്സ് റെഡി? കയ്യിൽ വരുന്നിട്ടാ ഇല്ലല്ലോ. 1 നല്ല പവറിലാണ് വരണ്ടോ. 1 1 1 1 1 2 2 2 1 3. എന്താ വായിച്ചേ? നമ്മള് ഒരാളെയും നിങ്ങൾ ഉപദേശിക്കാൻ പോകരുത്. ആരെയും. ലോകത്തെ ഏറ്റവും വലിയ ബോറടി എന്താ? ഉപദേശം. ഏറ്റവും കൊടുക്കാൻ സുഖമുള്ള പരിപാടി എന്താ? ഉപദേശം. അല്ലെ? നമ്മളെ ലൈഫ് നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, നമ്മൾ ഒരുപാട് രീതിയിൽ ഇങ്ങനെ പോകാൻ തീരുമാനിക്കും. നമ്മൾ പ്ലാൻ ചെയ്യുന്ന രൂപത്തിലൊന്നും ആരും പോവില്ല, നമ്മുടെ ലൈഫ് പോവില്ല. അത് മാത്രമല്ല, വി ആർ ഹ്യൂമൻ, മിസ്റ്റേക്സ് ആർ കോമൺ, സോ ബി അലേർട്ട് ആൻഡ് ഫോർഗിവ്. എന്നറിയോ? നിങ്ങൾ ഒരാളോട് നിങ്ങൾക്ക് ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുക, ആ ദേഷ്യം നിങ്ങളുടെ മനസ്സിൽ വരികയും അത് നിങ്ങളുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആയിട്ട് മാറുകയും ആ കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ ഒരു എന്താണ്, നെഗറ്റീവ് ഹോർമോണാണ്. അത് നിങ്ങളുടെ വയറിലേക്ക് എത്തുകയും വയറിൽ നെഗറ്റീവ് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ആസിഡുകൾ പിന്നീട് നിങ്ങൾക്ക് സൊമാറ്റിക് ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്താൽ കാണാത്ത തരത്തിലുള്ള വേദനകൾ, അസുഖങ്ങളായിട്ട് ശരീരത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു സ്ട്രെസ്സും നിങ്ങൾ എന്ത് ചെയ്ത് പാടില്ല, കൊണ്ടു കിടക്കാൻ പാടില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 20 സെക്കൻഡ് സമയം തരും. 20 സെക്കൻഡ് സമയം. ഈ 20 സെക്കൻഡ് സമയത്തിനുണ്ടെങ്കിൽ ഇത് ലേഡീസിന്റെ ഗെയിമും ബോയ്സ് സെപ്പറേറ്റ് ഗെയിമാണ് കേട്ടോ. ഈ 20 സെക്കൻഡിനുള്ളിൽ ഈ കൂടിയിരിക്കുന്ന ബോയ്സ് എല്ലാ ബോയ്സിനും ഷെയ്ക്കാൻ കൊടുക്കണം, ഗേൾസ് എല്ലാ ഗേൾസിനും ഷെയ്ക്കാൻ കൊടുക്കണം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. 20 19 18 17. ഹലോ, ആർക്കാ പവർ കൂടുതൽ? ഹലോ, ഞാൻ ഹലോ നോക്കുമ്പോ യെസ് അങ്ങ് ബോയ്സ് ആണ് ഗേൾസ് ആണ് ഏറ്റവും ശബ്ദത്തിൽ വരുന്ന കേട്ടോ. ഹലോ, വൺ മോർ. ഹലോ. ഓക്കെ, പവർഫുൾ ആണ്. 2 ടീമും കട്ടാകണ ടീമാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ടാസ്ക് നിങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തേ? ഒരു സന്തോഷം ഫീൽ ചെയ്തില്ലേ? ഓ കണ്ട, സന്തോഷം ഫീൽ ചെയ്യുന്ന നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തേ? ഒരു സന്തോഷം ഫീൽ ചെയ്തു അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതിൽ നിന്ന്, ഈ ഗെയിമിൽ നിന്ന് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠം പറഞ്ഞു. ഈ ഗെയിമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പാഠം, നേരത്തെ ഗെയിമിൽ നിന്ന് ഒരു പാഠം നീ കിട്ടിയിരുന്നു. ഓക്കെ, സ്നേഹം. സ്നേഹം കൊടുത്താൽ കിട്ടും ഒരു പോയിന്റ്. നല്ല കാര്യപ്പെടുത്തേ, ഒന്ന് തിരുത്താം. സ്നേഹം കൊടുത്താലേ, അതാണ് അതിന്റെ പോയിന്റ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്താ അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്? നല്ലൊരു കൂട്ടായ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലണം, അതല്ല ഉദ്ദേശിച്ചേ? വെരി ഗുഡ്, നല്ല പോയിന്റ്. ഓക്കെ, കൈകൾ കൊടുക്കുമ്പോ മനസ്സുകൾ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കും. കറക്റ്റ്, നല്ലൊരു പോയിന്റ്. കാര്യപ്പെടുത്തേ. ഗേൾസ് കമോൺ. എങ്ങനെ? എന്തോന്ന് പറഞ്ഞു? ഒരു കൈ കൊടുത്തപ്പോഴാണ് ചിരി കിട്ടിയത്. രാവിലെ മുതൽ 1 2 3 എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഇപ്പൊ കൈ കൊടുത്തപ്പോഴാണ് എന്ത് കിട്ടിയത്? ഒരു ചിരി കിട്ടിയത്. അപ്പുറത്ത് പറഞ്ഞൊരു സമാധാനം കിട്ടി. ഓക്കെ, അപ്പൊ ആദ്യമായ അവസരം കിട്ടി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഒരു കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ഈ പാസ് ചെയ്യുന്ന പ്രോസസിംഗ് ആണ് ഈ കൈ കൊടുക്കാന്ന് പറഞ്ഞത്. നമ്മളെ കൈ ഹാൻഡ് ഷേക്കിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാൻഡ് ഷേക്കിങ്ങിനനുസരിച്ച് നമ്മുടെ ബോഡി, നേരത്തെ പറഞ്ഞ കോർട്ടിസോളിന്റെ ഇന്റൻസിറ്റി കുറയും എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷേക്കാൻ കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇന്റൻസിറ്റി എന്ത് ചെയ്യും? കുറയും. നിങ്ങളുടെ ഉള്ളിൽ പുഞ്ചിരി കൂടി ഉണ്ടെങ്കിൽ എന്തായി? ഭയങ്കര ഹാപ്പി. ഞാൻ വേറെ കാര്യം കൂടി പറയട്ടെ, നമ്മുടെ സ്നേഹം എക്സ്പ്രഷന്റെ ഓരോ പാറ്റേൺ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടിയിരിക്കും, എല്ലാവരും പാരന്റ്സ് ആണ് അല്ലെ? നമ്മളെല്ലാവരും പാരന്റ്സ് ആണ്. നമ്മൾ ശ്രദ്ധിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു പാർട്ട്ണറാണ്. അപ്പൊ നമ്മുടെ ഭർത്താവ് ഭാര്യ എന്ന റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 തരം സ്നേഹത്തിന്റെ ഭാഷ ഉണ്ട്. എത്ര തരം? 5 തരം. ഈ 5 തരം ഭാഷ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല മനോഹരമായ അടിപൊളിയ ഭർത്താവായിരിക്കും, നിങ്ങൾ മനോഹരമായ ഭാര്യയായിരിക്കും, നിങ്ങൾ മനോഹരമായ മക്കളെ നെർച്ചർ ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ 5 തരം സ്നേഹം ആര് പഠിക്കണം? നിങ്ങൾ പഠിക്കും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോ എനിക്ക് അതൊന്ന് പഠിക്കേണ്ടി പല കാലമായി. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ഞാൻ ഭർത്താവും ഭാര്യ എന്ന് വിചാരിക്കും.
ഇയാളെ തൽക്കാലം നമ്മൾ കൊണ്ടുപോവാ. ഓക്കെ, ചെറിയ ചെക്കനല്ലേ. അപ്പൊ പിന്നെ ഞാൻ ഞാന് ഭർത്താവ്, ഇത് ഭാര്യ എന്ന് വിചാരിക്കേ. ഓക്കെ, ശരി. അപ്പൊ ഞങ്ങള് ബീച്ചിലൂടെ പോവാണ്. അപ്പൊ ബീച്ചിലൂടെ പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഭാര്യക്ക് ആഗ്രഹമുണ്ട് എങ്ങനെ നടക്കാൻ ഉണ്ടാവൂലേ? നിങ്ങള് ബീച്ച് സ്ഥിരമായിട്ട് കാണുന്നതല്ലേ? അപ്പൊ ബീച്ച് സ്ഥിരമായിട്ട് 2-3 ആക്സിഡൻസ് ഉണ്ടാവും. ചില കപ്പിൾസ് ഇങ്ങനെ നടക്കുന്ന കപ്പിൾസിനെ കാണാൻ അല്ലേ? 80 വയസ്സായാലും ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, ശരി. ഇനി നേരെ മറിച്ച് വേറെ കപ്പിളിനെ കാണിച്ചേ. അല്ല, ഇത് രണ്ട് ഭർത്താവല്ലേ? ഒരു ഭർത്താവിന് 2 പെണ്ണുങ്ങൾ, അതല്ല പറഞ്ഞത്. പെണ്ണാണോ ആണാണോ പക്ഷേ ചില ഇതിപ്പോ ഞാൻ ആണിന്റെ റോൾ ചെയ്യുന്നു, ഇത് പെണ്ണിന്റെ റോൾ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ തട്ടിയതാണ്. അതില് എന്തുകൊണ്ടാണ് ഭർത്താവിന് സ്നേഹം ഇല്ലാത്തതുണ്ടോ കൈയ്യൊട്ടണത്? ആണോ? മൂപ്പര് പബ്ലിക്കായിട്ട് വല്ലാ സ്നേഹം കുറവാണ് അല്ലെ? പേഴ്സണലായിട്ട് ഭയങ്കര സ്നേഹിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചില ആളുകൾക്ക് അവിടെ ലവ് ലാംഗ്വേജ്, ടച്ച് എന്ന് പറഞ്ഞ ലവ് ലാംഗ്വേജ്, ടച്ച് എന്ന ലവ് ലാംഗ്വേജ് കൂടിയ ആൾക്കാര് എപ്പോഴും ഇങ്ങനെ കൂടെ വരും, മുട്ടി വരും. എന്നാൽ ടച്ച് എന്ന് പറഞ്ഞ ലവ് ലാംഗ്വേജ് ഇല്ലാത്ത ആൾക്കാര് മുട്ടാൻ വേണ്ടി വരില്ല. മനസ്സിലായോ? ടച്ച് ലവ് ലാംഗ്വേജ് ഉള്ള പിന്നെ ഭർത്താവും ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഒരു ഇടക്കിടക്ക് എപ്പോഴും ഇങ്ങനെ കയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കും.